നമസ്കാരം. ഓട്ടോക്കാരൻ രാജൻ ബാബു ജ്യോതിഷി വേഷം കെട്ടി നാട്ടുകാരെ പറ്റിച്ച് വിലസിയ കഥ ഇപ്പോൾ കേരളം മുഴുവൻ ഹിറ്റാണ്. എന്നാൽ രാജന്റെ സ്വാധീനം അങ്ങ് ഗൾഫ് നാടുകളിൽ വരെ എത്തിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കൊട്ടാരക്കരയിലും പുത്തൂരിലും ഓട്ടോറിക്ഷ ഓടിച്ചു നടന്ന രാജനാണ് ഇപ്പോൾ പീഡന കേസിൽ പിടിയിലായ മുരാരി തന്ത്രി എന്നറിഞ്ഞതോടെ നാട്ടുകാർ മൂക്കത്ത് വിരൽ വെക്കുകയാണ്. അക്കാലത്ത് വരുമാനം പോരെന്ന് പറഞ്ഞാണ് രാജൻ ജ്യോതിഷ വഴിയിലേക്ക് നീങ്ങിയതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആദ്യം ജ്യോത്സ്യനായിരുന്നു. കടകിലാണ് അന്ന് ജ്യോതിഷാലയം തുടങ്ങിയത്. ജ്യോതിഷം അല്പം ക്ലച്ച് പിടിച്ചതോടെ പിന്നീട് പ്രൊഫഷണൽ വഴികളിലേക്ക് ഇയാൾ തിരിഞ്ഞു. ഹൈടെക് ആകാൻ വേണ്ടി റീൽസ് ചെയ്തും യൂട്യൂബ് ചാനലിലൂടെ പ്രവചനങ്ങൾ നടത്തിയും അതിവേഗം പ്രശസ്തനായി. ഇതിനിടെ ഒമാനിലും ജ്യോതിഷ കേന്ദ്രം തുടങ്ങി. ഇതുവഴി സമ്പത്തുമെത്തി. ജ്യോതിഷത്തിന് തട്ടിപ്പ് വഴികൾ തിരിച്ചറിഞ്ഞതോടെയാണ് ഇയാൾ കൂടുതൽ തട്ടിപ്പ് മാർഗങ്ങൾ തേടിയത്. പിന്നീട് തന്ത്രി എന്ന നിലയിലേക്ക് മാറി. താനൊരു തന്ത്രിയാണെന്ന് സ്വയം മാർക്കറ്റ് ചെയ്തു. ചില ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠയ്ക്ക് കാർമ്മികത്വം വഹിക്കുകയും ചെയ്തു. ഇതെല്ലാം റീൽസാക്കി പ്രചരിപ്പിച്ചതും ഇയാൾ തന്നെയാണ്. ഇതിനിടയിലാണ് പേര് മാറ്റി മുരാരി തന്ത്രി എന്നാക്കിയത്. മുരാരി തന്ത്രിയെ തേടി പല ബിസിനസ്സുകാരും കൊട്ടാരക്കര പുത്തൂരിലെത്തി. ഉദ്ദിഷ്ട കാര്യത്തിനായി നിരവധി രാഷ്ട്രീയക്കാരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുൻ ജീവനോടെ തിരിച്ചു വരുമെന്ന പ്രവചനവും ഇയാൾ നടത്തിയിരുന്നു. ഇത്തരത്തിൽ തള്ളിന്റെ മാരക വേർഷനിലുള്ള പ്രവചനങ്ങൾ ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അർജുന്റെ വിഷയത്തിലെ പ്രവചനം പാളിയതോടെ വ്യാജ ജ്യോത്സ്യൻ എന്ന വിമർശനവും ഇയാൾക്കെതിരെ ഉയർന്നിരുന്നു. തന്റെ പ്രവചനങ്ങൾ കൊണ്ട് പല നടന്മാരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇയാൾ അവകാശപ്പെട്ടിരുന്നു. ശാസ്ത്രജ്ഞർ പോലും തന്നോട് ചോദിച്ചിട്ടാണ് റോക്കറ്റ് വിടുന്നത് എന്നതടക്കമുള്ള തള്ളും ഇയാൾ നടത്തി. ഒരു ക്ഷേത്രത്തിലെ മോഷണം പോയ സ്വർണം പ്രശ്നം വെച്ച് കണ്ടുപിടിച്ചു. 22 തന്ത്രിമാരെ മലർത്തിയടിച്ചു. ഇങ്ങനെയുള്ള മാരകമായ തള്ളുകൾ ഇയാൾ നടത്തിയിട്ടുണ്ട്. ബാധയൊഴിപ്പിക്കലടക്കമുള്ള കാര്യങ്ങളിൽ പെട്ടെന്നാണ് മുരാരി തന്ത്രി എന്ന ഈ തട്ടിപ്പ് വീരൻ പ്രശസ്തനായത്. ഇതിനിടയിലാണ് ബാധയൊഴിപ്പിക്കാൻ അമ്മയോടൊപ്പം എത്തിയ 16-കാരിയുടെ നേർക്ക് ലൈംഗിക അതിക്രമം നടത്തിയത്. ബാധയൊഴിപ്പിക്കൽ എന്ന് പറഞ്ഞ് സിനിമാ സ്റ്റൈലിൽ മർദ്ദനം തന്നെയായിരുന്നു മുരാരിയുടെ വിദ്യകളെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പൂജാമുറി എന്ന് വിശ്വസിപ്പിച്ച് പെൺകുട്ടിയെ കൊണ്ടുപോയത് അയാളുടെ കിടപ്പുമുറിയിലേക്കാണെന്നും അവിടെ വെച്ച് കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തുവെന്നുമാണ് കേസുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരം. സംഭവ സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ മുറിക്കുള്ളിൽ രക്തക്കറ കണ്ടെത്തിയിട്ടുണ്ട്. 1 മണിക്കൂറോളം പെൺകുട്ടിയെ മുറിക്കുള്ളിൽ അടച്ചിട്ടാണ് തന്ത്രി ക്രൂരത കാട്ടിയത്. കുട്ടിയെ തനിച്ചുവിടാൻ അമ്മയെ ആദ്യം വിസമ്മതിച്ചെങ്കിലും പ്രതിയുടെ ഭാര്യയും അമ്മയും ചേർന്ന് ഇവരെ നിർബന്ധിച്ച് സമ്മതിപ്പിക്കുകയായിരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞിട്ടും കുട്ടി പുറത്തു വരാത്തതിനെ തുടർന്ന് മാതാവ് ബഹളം വെച്ചതോടെ പെൺകുട്ടി നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി വരികയായിരുന്നു. ഈ സമയത്തും കുട്ടിയുടെ ദേഹത്ത് ബാധയുണ്ടെന്നും തൊട്ടാൽ നിങ്ങൾക്കും ബാധ കിട്ടുമെന്ന് പറഞ്ഞ് തന്ത്രി അമ്മയെ ഭയപ്പെടുത്താൻ ശ്രമിച്ചതായി ബന്ധുക്കൾ ആരോപിക്കുന്നു. നാട്ടുകാർ സംഘടിച്ചതോടെ ജ്യോതിഷാലയത്തിന്റെ പിൻവാതിലൂടെ ഓടി രക്ഷപ്പെട്ട പ്രതിയെ ഭരണിക്കാവിലെ ഒരു ഹോട്ടലിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. മുരാരി തന്ത്രിയുടെ പ്രധാന ആയുധം ഇയാളുടെ ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് ചാനലുകളായിരുന്നു. പ്രമുഖ നടന്മാരുടെയും രാഷ്ട്രീയക്കാരുടെയും പേരുകൾ വലിച്ചഴിച്ച് തനിക്ക് വലിയ സ്വാധീനമുണ്ടെന്ന് വരുത്തി തീർക്കും. കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാനെത്തുന്ന സ്ത്രീകളെ നിങ്ങളുടെ കൂടെ ഒരു ബാധയുണ്ട്, ഇത് മാറ്റാതിരുന്നാൽ മക്കൾക്ക് ആപത്താണോ എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തും. ബാധ ഒഴിപ്പിക്കാൻ തനിച്ച് മുറിയിൽ വരണമെന്ന് നിർബന്ധിക്കുന്നതും ഇയാളുടെ സ്ഥിരം ശൈലിയാണ്. 10ാം ക്ലാസ്സുകാർ കാണിച്ച ധൈര്യമാണ് ഇയാളുടെ ഇത്രയും കാലത്തെ ക്രൂരതകൾ ഇപ്പോൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ കാരണമായത്. ഭരണിക്കാവിലെ ലോഡ്ജിൽ ഇയാൾക്ക് ഒളിവിൽ കഴിയാൻ സൗകര്യമൊരുക്കിയത് ആരാണെന്നതിനെക്കുറിച്ചും പുത്തൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇയാളുടെ ഫോൺ കോളുകൾ പരിശോധിച്ചാൽ പല പ്രമുഖരുടെ പേരുകൾ പുറത്തുവരാനും സാധ്യതയുണ്ട്. നിലവിൽ സെക്ഷൻ 384, അതായത് സ്ത്രീത്വത്തെ അപമാനിക്കൽ, പോക്സോ വകുപ്പുകൾ പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. മുമ്പ് ഇയാൾ ഇത്തരത്തിൽ പീഡിപ്പിച്ചവർ ആരെങ്കിലും ഭയം മൂലം പരാതി നൽകാതിരിക്കുന്നുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്.